അഫാൻ കേസുമായി ബന്ധപ്പെട്ട് അഫാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയത്? അതും ഒരു എന്താ പറയുക, കുടുംബത്തിലെ 5 പേരെ ക്രൂരമായിട്ടാണ് കൊല്ലുന്നത്, അടിച്ചടിച്ച് കൊല്ലുന്നു. ഇതിൻ്റെ പേരിൽ സാമ്പത്തിക തർക്കമാണെന്ന് പറയുന്നു, മറ്റു പല കാരണങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ സാമ്പത്തിക തർക്കം കൊണ്ട് മാത്രം ഒരാൾ സ്വന്തം ഉമ്മയുൾപ്പെടെയുള്ള ആളുകളെ ഇത്രയും ക്രൂരമായിട്ട് ഇഞ്ചിഞ്ചായി ചുറ്റിക വാങ്ങി അടിച്ച് കൊല്ലണമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധമുണ്ടോ, പരിശീലനം കിട്ടിയിട്ടുണ്ടോ, ഇനി മറ്റേതെങ്കിലും കാര്യമാണോ എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അഫാനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഈ ചോദ്യം ചെയ്യുന്നതോടുകൂടി ചുരുളഴിയുമോ? തീർച്ചയായിട്ടും അഫാനിൽ നിന്ന് കുറച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടുമെന്നാണ് സൂചന. കാരണം ഇത്രയും ദിവസം അഫാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരു കൺസിഡറേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിരുന്നു. ഇനി അതില്ല, കാരണം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇനി പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുകയും പോലീസിന് അത് അനുവദിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായ ചില സൂചനകൾ ഇവിടേക്ക് എത്തും. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന വ്യക്തി ഷെമിയാണ്. അതായത് ഈ പ്രതിയായ യുവാവിൻ്റെ അമ്മ. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കളവാണെന്ന് ഇക്കാലയളവിനുള്ളിൽ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് ഈ കളവെല്ലാം പറയുന്നത്? മാത്രമല്ല ഈ അഫാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ, സ്വന്തം ഉമ്മയെ തലയ്ക്കടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു, ചുറ്റികളിലടിച്ച് അവർ ബോധം കിട്ടും, അവിടെ വീഴുന്നു. അതിനുശേഷം ഇവർ വീണ്ടും പുറത്തേക്ക് പോകുന്നു, കാമുകിയെ കൊല്ലുന്നു, അനുജനെ കൊല്ലുന്നു, പിന്നീടാണ് ഇവർ മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിച്ചതെന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് കുറച്ച് കള്ളത്തരമുണ്ട് എന്നാണ് പോലീസിൻ്റെ ഫോറൻസിക് വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചന. അതായത് ഇത്രയും പേര്, അതായത് ആദ്യം സ്വന്തം ഉമ്മുമ്മയെ, പിന്നെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയൊക്കെ കൊന്ന ഒരാൾക്ക് ഉമ്മയെ കൊന്നോ അല്ലെങ്കിൽ ഉമ്മ മരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്നുകിൽ അവരെ കൊന്നിരുന്നില്ല, അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അതെന്താണെന്ന് നമുക്കറിയില്ല. മാത്രമല്ല ഈ ഉമ്മയ്ക്ക് ഒരുപക്ഷെ അറിയാമായിരുന്നു കാമുകിയെയും സഹോദരനെയും കൊല്ലുമെന്ന്. ഒരുപക്ഷെ ഉമ്മ തടഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മ ഷെമിക്കും ഈ അഫാനും തമ്മിൽ കുറച്ച് നല്ല കണക്ഷനുണ്ട്. ഈ കടബാധ്യത എവിടെ നിന്ന് വന്നു, കടം എവിടെ നിന്ന് വാങ്ങി, ആർക്കൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് ഒരാളിൽ നിന്ന് പണം കടം വാങ്ങുന്നു, എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് ആദ്യം വാങ്ങുന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ റോളിംഗ് നടക്കുന്നു. മാത്രമല്ല ഇവൻ കുറച്ച് ആഡംബര ജീവിതമാണ് നയിച്ചത്. അപ്പം വാപ്പയ്ക്ക് കുറേ നാൾ ഗൾഫിൽ നല്ല ജോലിയായിരുന്നു, നല്ല സാമ്പത്തികമായിരുന്നെങ്കിലും പിന്നീട് ആ ബിസിനസ് തകർന്നതോടുകൂടി ആ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവൻ്റെ ആഡംബര ജീവിതത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ആഡംബര ജീവിതത്തിന് ഉമ്മ എല്ലാ സഹായം ചെയ്യുന്നു. അപ്പോൾ പിതാവിൻ്റെ സഹോദരനായ ലത്തീഫും ഭാര്യയൊക്കെ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഡംബര ജീവിതത്തിന് അവൻ അവസരം കൊടുക്കുന്നത്? അവൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇവൻ കഴിഞ്ഞ കുറച്ച് കാലമായി ഇവൻ്റെ ദേഷ്യമുള്ളവരോട് എങ്ങനെയെങ്കിലും പക വീട്ടണമെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്നോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവൻ മൊബൈലിൽ സെർച്ച് ചെയ്ത ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചുറ്റി ഉപയോഗിച്ച് മറ്റാളുകളെ കൊല്ലുന്നത്, എങ്ങനെയാണ് മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക, ഉപയോഗിച്ചാൽ തന്നെ ആളുകളുടെ ജീവൻ അതെങ്ങനെയാണ് ഭീഷണിയാകുന്നത്, ഇത്തരം ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സെർച്ച് ചെയ്തതിൻ്റെ വിവരങ്ങൾ, ഇതൊക്കെ തന്നെ പോലീസ് ലഭിച്ചു. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഇവൻ്റെ ഉദ്ദേശം എന്താ? കഴിഞ്ഞ കുറച്ച് കാലമായി ഇത്തരം ഒരു പദ്ധതി ഇവൻ ആസൂത്രണം ചെയ്തു. ഒരു അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കും. ഇപ്പോൾ ഈ കടക്കാരുടെ തുടർച്ചയായ നിർബന്ധം അല്ലെ ശല്യം, ഇത് സഹിക്ക വയ്യാതെ തന്നെ നമുക്ക് ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നു. പക്ഷേ ആത്മഹത്യ എളുപ്പം ഒരു പോംവഴിയല്ല. ഇപ്പോൾ ആത്മഹത്യ മാത്രമല്ല, പണം കടം കൊടുക്കാതിരുന്ന ബന്ധുക്കളോടുള്ള വൈരാഗ്യം, ഒപ്പം നേരത്തെ പണം കൊടുത്തവർ തിരിച്ചു ചോദിച്ചവരുള്ള വൈരാഗ്യം. നേരത്തെ പറഞ്ഞില്ല, ഇവൻ്റെ അടുത്ത ബന്ധുവായ ഒരു സ്ത്രീയെയും മകളെയും കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ ഇവൻ ഏറ്റവും ഇളയ സഹോദരനെ കൊന്നത് അതോടുകൂടി ഇവൻ ക്ഷീണിച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ ക്ഷീണിച്ചു എന്ന് പറയുന്നത് പോലീസിൻ്റെ പക്ഷത്തിൽ ശരിയല്ല. കാരണം 7 മണിക്കൂർ എടുത്ത് ഇടയ്ക്ക് ഇവൻ ഒരാളെ കൊല്ലുന്നു, പിന്നെ മദ്യം കഴിക്കുന്നു, പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുന്നു, വീണ്ടും ആളെ കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരാൾ ഇത് ചെയ്യില്ല. മാത്രമല്ല ഇവൻ ഇതിന് കൃത്യമായി ആരെങ്കിലും പരിശീലനം നൽകിയെന്നുള്ള സംശയം നേരത്തെ നിലനിൽക്കുന്നു. അതാണ് നമ്മൾ ഈ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം സംശയിച്ചത്. ഈ രാത്രി കാലങ്ങളിൽ ഇവൻ ഇങ്ങനെ കറങ്ങാൻ പോകുന്നുള്ള വ്യക്തമായല്ലോ. ഇനി ഇവൻ എന്തിൻ്റെങ്കിലും ഏജന്റ് ആണെങ്കിലോ, അതായത് ലഹരി വസ്തുക്കളുടെ ഒരു ഏജന്റായി ഇവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ ഇവനെ പോലെയുള്ള ആളുകൾ ചില ദുർമന്ത്രവാദികളുടെ കെണിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ എലന്തൂരിൽ ഒരു കേസുണ്ടായപ്പോൾ ആലുവയിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവിടെ നരബലി കൊടുത്തിരുന്നു. അന്ന് ആ ചെയ്ത ഷാഫി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, അയാൾ ഈ ചുറ്റിക ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചാൽ ഒരാൾ പെട്ടെന്ന് ചാകും, അല്ലെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് നിലവിളിക്കാൻ കഴിയില്ല എന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകളുണ്ടാകാം. അത്തരക്കാരുടെ വലയിൽപ്പെട്ടു. ആ ആൾ ആരാണ്? 1. 2, ഇവൻ ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ വലയിൽപ്പെട്ടിട്ട് രാത്രി ലഹരി കച്ചവടമാണ് നടത്തുന്നതെങ്കിലോ? ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ഇവൻ സ്വിഗ്ഗി ഓടാൻ പോകുന്നു, രാത്രി വേറെ ചില ബിസിനസ്സിന് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, ജോലി കിട്ടി, പരസ്പര വിരുദ്ധമായി പറയുന്നു. മാത്രമല്ല ഇവരുടെ വീടുമായിട്ട് നല്ല സഹകരണമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെമി തുറന്നു പറയുമായിരുന്നു. പക്ഷേ അഫാൻ ഇടപെട്ട് ആ സ്ത്രീയുമായിട്ടുള്ള ഉമ്മയുടെ റിലേഷൻ പതുക്കെ അകറ്റിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ
പൂർണ്ണമായിട്ടും ആ ബന്ധം അകന്നുപോയി. എല്ലാ കാര്യങ്ങളും ഇനി അങ്ങനെ അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട നിലയിലെത്തി. അപ്പം ഷെമിയും ഇവനും ചില കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നു. ഒപ്പം വാപ്പ ഇക്കാര്യങ്ങൾ അറിയുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ നല്ല ഒരു പോലീസ് സംഘമായിരിക്കണം ഇതിൻ്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കേണ്ടത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാത്രമേ ഇവനെ ഈ സൈക്യാട്രി, അതായത് മനഃശാസ്ത്രപരമായിട്ട് ഇവനെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇവൻ തുടർച്ചയായി കള്ളങ്ങൾ പറയുന്നു. ഇപ്പോൾ പറയുന്നത് പിന്നീട് മാറ്റി പറയുന്നു, പിന്നീട് ശേഷം വേറെ പറയുന്നു. ഇതിനകത്തൊക്കെ സംശയം തോന്നുന്നത് രാവിലെ 7 മണിക്കൂറിന് മുമ്പ് ഉമ്മയെ കൊലപാതകത്തിന് വേണ്ടി ഇവൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഉമ്മയെ ഉപദ്രവിച്ചു. ആ ആൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ടും മരിക്കാതിരിക്കുകയും പിന്നീട് പോലീസ് ഉൾപ്പെടെയുള്ളവരെത്തി ആശുപത്രിയിൽ എത്തി രക്ഷിക്കുകയും ചെയ്തല്ലോ. ഒരു സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇതിന് മുമ്പ് 2 or 3 പേരെയല്ല 4 പേരെ ഇവൻ കൊന്നതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഉമ്മയെ കൊല്ലാൻ കഴിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഉമ്മ ഇളയ മകനെ തിരക്കുന്നു, ഇവൻ എന്തെങ്കിലും തിരക്കുന്നില്ല. അപ്പോൾ ഇവൻ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുമെന്നോ അക്രമ പ്രവർത്തനം ചെയ്യുമെന്നോ ഉമ്മയ്ക്ക് ഒരു ധാരണയുണ്ടെന്നും നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിതാവിൻ്റെ അടുത്ത് വരെ ഉമ്മ കള്ളമാണ് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ പറ്റുക? സ്വാഭാവികമായിട്ടും ഈ ഇവനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരില്ലേ? അപ്പം തീർച്ചയായിട്ടും ഈ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തേക്ക് വരും. മാത്രവുമല്ല, ഈ അങ്ങ് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഉമ്മയ്ക്ക് വളരെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇവർ ആദ്യം മുതലേ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്തറിയാതെ ഇങ്ങനെ ഉള്ളിൽ ഒളിച്ചു വെക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഉമ്മയുടെ ആ സുഹൃത്തിനോട് കാര്യങ്ങൾ പറയുന്നതെന്ന് അവരെ അടക്കം പതുക്കെ വിലക്കിയത്. 7 മണിക്കൂറോളം ഒരാൾ തലയ്ക്ക് അടിയേറ്റ് കിടന്നിട്ട് ഇത്രയും ക്രൂരമായ ഒരു മുറിവ്, ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് 7 മണിക്കൂർ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ അപകടമായൊരു സ്റ്റേജാണ്. അതിൻ്റെ ഇടയ്ക്ക് മരണം സംഭവിക്കേണ്ടതാണ്. പക്ഷേ എന്നിട്ടും സംഭവിച്ചിട്ടില്ല. ഇത് ഏകദേശം ഏത് സമയത്താണ് ഈ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് എന്നൊക്കെ ഒരു ഡോക്ടേഴ്സ് സംഘത്തിൻ്റെ വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും ഒരു വലിയ കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കേസ് കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഒരു എന്ത് കാരണത്താലായിരിക്കാം, ഒരുപക്ഷെ പ്രണയ നൈരാശ്യം കൊണ്ടൊരു കാര്യം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും സ്വത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തത് എന്നത് വ്യക്തമാകുന്നില്ല എന്നുള്ളതാണ് ഈ മെയിൻ കാരണം. ഇനി പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര കാര്യങ്ങളോ, ഇനി അതല്ല ഈ പറയുന്ന പോലെ തീവ്രവാദ സംഘടനകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഇവൻ അകപ്പെട്ടിട്ട് അങ്ങനെയാണോ ഈ കാര്യങ്ങളിലേക്കും പോയത് എന്ന കാര്യത്തിൽ വലിയ സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യലോടുകൂടി ഈ കേരളക്കരയാകെ കാത്തു നിൽക്കുന്ന ഈ കാര്യത്തിൽ കൃത്യമായൊരു എന്താണ് പറയുന്നത്, ഇതിൻ്റെ ഒരു കൃത്യമായ കാരണം പുറത്തു വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, ഈ പോലീസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഈ അന്വേഷണ സംഘം രൂപീകരിക്കണം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമോ എല്ലാം വന്നെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ തുടർച്ചയും ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സാധനം പൊളിഞ്ഞു പോകും. കാരണം ഇവൻ തുടർച്ചയായി മൊഴികൾ മാറ്റി പറയുന്നു. ഇങ്ങനെ മൊഴികൾ മാറ്റി പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. നീ ലഹരിക്ക് അടിമയാണെന്നോ നീ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണെന്നോ വന്നാൽ ഈ നമ്മുടെ നീതി നിർവഹണത്തിൽ നിനക്ക് ചില ലൂപ്പ് ഹോളുകളൊക്കെ അനുവദിച്ച് കിട്ടും. ഇതിവനെ ആരെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നെ മാത്രമല്ല ചുറ്റിക വെച്ച് ഇത്രയും തവണ അടിച്ചു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവൻ ഇപ്പോഴും പുറത്തു വിടുന്നില്ല. എന്തിനാണ് ഇവൻ ഇത്ര അടിക്കുന്നത്? സ്വന്തം കാമുകിയെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ എങ്ങനെ അടിച്ചു കൊല്ലാൻ പറ്റുന്നത്? മാത്രമല്ല ഈ കാമുകി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് കൊന്നതെന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. പിന്നെ സ്വന്തം സഹോദരൻ അവന് പ്രിയപ്പെട്ട മന്തി മേടിച്ചു കൊടുത്തിട്ട് അവനെ അടിച്ചു കൊന്നിട്ട് അവന് ചുറ്റും 500 നോട്ടുകൾ വിതറി. എന്തിനാണ് ഈ 500 നോട്ടുകൾ വിതറിയത്? ഇതൊക്കെ ഇവൻ പോലീസിനോട് തുറന്നു പറയണ്ടേ? ഇവൻ്റെ മനസ്സിലൊരു പകയോ ഇവൻ്റെ മനസ്സിലൊരു വിദ്വേഷം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അത്തരം പ്രവൃത്തി ചെയ്യുക. അതെന്താണ് ഇവൻ പോലീസിനോട് തുറന്നു പറയണം. എങ്കിൽ മാത്രമേ ഈ ഇതിൻ്റെ മോട്ടീവ് അറിയുള്ളൂ. കാരണം എന്താ അറിയോ, ഈ കേസെല്ലാം ഫ്രെയിം ചെയ്ത് പോലീസ് എല്ലാം കൊണ്ട് കോടതിയിൽ ചെല്ലുന്നു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് അഫാൻ ഈ കൊലപാതകം ചെയ്തതെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ലെങ്കിൽ കേസ് തള്ളിപ്പോകും. അഫാൻ രക്ഷപ്പെടും. ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ പ്രഥമമായ ലക്ഷ്യം ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് വളരെ നിർണായകമാണ്. ലക്ഷ്യമില്ലാതെ ഒരു അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ നൽകുന്ന മൊഴികളുമായിട്ട് കോടതിയിലേക്ക് ചെന്നാൽ കോടതി അത് ചവറ്റോട്ടയിലേക്ക് എറിയും. അത് പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇത്തരത്തിൽ സമാനമായ കേസുകൾ, സമാനം എന്ന് പറയുന്ന കൊലപാതകം അടക്കമുള്ള കേസുകൾ, അത്തരം നിർണായകമായ കേസുകൾ അന്വേഷിച്ച ഒരു സംഘം, ആ സംഘത്തിന് നല്ല മിടുക്കനായ തലവനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഇവൻ പിടികൂടപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ഒരുപക്ഷെ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് അഫാൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഷെമി ഇപ്പോൾ അപകടനില തരണം ചെയ്തെങ്കിൽ സ്വാഭാവികമായും അവരെയും ചോദ്യം ചെയ്യണം. അവരെപ്പോഴും പറയുന്നത് കട്ടിൽ നിന്ന് വീണു, കണ്ണിൻ്റെ അടിയിൽ 7-8 സ്റ്റിച്ച് ഉണ്ടായി, വായ്ക്കടിയിൽ സ്റ്റിച്ച് ഉണ്ടായി, പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഈ മകനെയും ഉമ്മയെയും വ്യത്യസ്തമായി ഇരുത്തി ചോദ്യം ചെയ്യുകയും അവർ അപകടനില തരണം ചെയ്താൽ ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ പറയുകയും ചെയ്താൽ ഇത് മനസ്സിലാവും. ഇനി മറ്റൊന്ന്, ഈ അഫാനെയും കൊണ്ട് ഇനി തെളിവെടുപ്പ് നടത്താം. അങ്ങനെയാകുമ്പോഴാണ് ഈ ലത്തീഫിനെ എങ്ങനെ കൊന്നു. കാരണം ലത്തീഫ് ഈ കസേരയിലേക്ക് മരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അയാൾ അങ്ങനെ കൊല്ലുന്നതല്ല, ഒരുപക്ഷെ കൊന്നതിന് ശേഷം എടുത്തിരുത്തിയാണെന്ന് സംശയം തോന്നും. ഇവൻ്റെ കാമുകി ഒരു ചാരിക്കിടക്കാവുന്ന കസേരയിൽ കിടക്കാണ്. അതിൽ ശരീരത്ത് വേഗം ഒരു മുറിവില്ല, മുഖം മാത്രമാണ്. അപ്പം മുഖത്ത് വേറെ വല്ലയിടത്തും അടിച്ചിട്ട് ഇവൻ പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇരുത്തിയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ തെളിവെടുപ്പ് നടത്തുമ്പോൾ മാത്രമേ അഫാനിൽ നിന്ന് കിട്ടുകയുള്ളൂ. കാരണം
അവൻ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യം തുറന്നു പറയുള്ളൂ. അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയ തലങ്ങളിലേക്ക് അന്വേഷിച്ചെത്തേണ്ടത് പോലീസ് സംഘമാണ്. അവർ അക്കാര്യങ്ങൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷയും. ഇന്ന് എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് വരുന്നതോടുകൂടി അഫാൻ കേസിൽ ഒരുപാട് സംഭവങ്ങൾ ചുരുളഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.